ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോക്സിയായിരുന്നു ഹൂത്തികളായിരുന്നു ഈ ഫലസ്തീൻ ആക്രമണത്തിൽ പോലും ഏറ്റവും കരുത്തോടെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ, കയറി അടിക്കാൻ, പല സന്ദർഭങ്ങളിലും ചെങ്കടലിൽ ഉൾപ്പെടെ നിന്നുകൊണ്ട് ആക്രമണങ്ങൾ തൊടുത്തുവിടാൻ ഒരു പ്രധാന ഗ്രൂപ്പായി പ്രവർത്തിച്ചത്. അവരുടെ ആസ്ഥാനം ലെബനനാണ്. അതുകൊണ്ട് തന്നെ ലെബനനെ തകർക്കുകയും ലെബനനും കൂടി പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനാണ് ഇടയ്ക്കിടെ ബെയ്റൂട്ടിൽ കയറി ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. സാധാരണ ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ളൊരു കാര്യം, അവനവൻ്റെ തടിക്ക് പിടിക്കാത്ത കാര്യങ്ങളിൽ മാത്രമേ എല്ലാ രാജ്യങ്ങളും ഇടപെടാറുള്ളൂ. പക്ഷേ ഇറാൻ ഈ യുദ്ധത്തിലൊരു മര്യാദ കാണിച്ചത് തങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെയാണ് ലെബനനോടും ഹൂത്തികളോടും നടത്തുന്ന അക്രമത്തെ നോക്കിക്കണ്ടത്. അതൊരു സോളിഡാരിറ്റിയാണ്, ഒരു ഐക്യപ്പെടലാണ്, തങ്ങളുടെ പ്രോക്സിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ, ഇനി ഉണ്ടാകാൻ പോകുന്ന ഉടമ്പടി എങ്ങനെയാണ് ലെബനനെയും ഹൂത്തികളെയും ബാധിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടി പറയേണ്ടത് ആവശ്യമാണ്. അതിലൊന്നാമത്തേത്, ഈ സീസ് ഫയർ അല്ലെങ്കിൽ നിലവിൽ വരാൻ പോകുന്ന വെടിനിർത്തൽ അത് ഇമ്മീഡിയറ്റ് ആൻഡ് പെർമനൻറ്റ് ടെർമിനേഷൻ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഓൺ ഓൾ ഫ്രണ്ട്സ് ഇൻക്ലൂഡിംഗ് ലെബനൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻസും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്, ഇന്നേ ദിവസം ഇസ്രായേൽ ബെയ്റൂട്ടിൽ കയറി അടിച്ചത് യാതൊരു നീതീകരണവുമില്ലാത്തതാണ്. കാരണം ഈ കരാർ എങ്ങനെയും ഇസ്രായേലിനെ അട്ടിമറിച്ചേ മതിയാവും. അതിന് ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതുകൊണ്ട് ലെബനനിലെ എല്ലാ ഗ്രൗണ്ട് ഓപ്പറേഷൻസും നിർത്തിവെക്കണം എന്നുള്ളതാണ് ഈ കരാറിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. എന്ന് മാത്രമല്ല 98, 36 എന്നീ IDF ഡിവിഷനുകളാണ് സദേൺ ലെബനനിൽ ഒരുപാട് അകത്തേക്ക് പുഷ് ചെയ്ത് നിൽക്കുന്നത്. അവരെ എല്ലാവരെയും ക്ലിയർ ഔട്ട് ചെയ്യുകയും പിൻവലിക്കുകയും ചെയ്യേണ്ടത് ഈ കരാറിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ബെയ്റൂട്ട് റെഡ് ലൈൻ ഈ കരാറിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബെയ്റൂട്ടിലെ ഒരു സവിശേഷമായ മേഖല കടന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ കടന്നുകയറ്റമോ നടത്തുന്നത് ഈ കരാർ പ്രകാരം അമേരിക്ക പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ അമേരിക്ക നേരിട്ട് ഈ പറയുന്ന ലെബനനും ഹൂത്തികളും ഇറാനും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടത്താനുള്ള ഒരു എൻട്രി പോയിൻ്റ് ഈ പറയുന്ന ഉടമ്പടിയിലൂടെ ലഭിക്കുകയാണ്. മറ്റേത് ആ വിഷയങ്ങളെ സംബന്ധിച്ച് അമേരിക്ക അഡ്രസ്സ് ചെയ്യുന്നില്ല, എങ്ങും ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എന്ത് തോന്നിയാസവും അവിടേക്ക് കയറി കാണിക്കുന്നതിന് ഒരു തടസ്സവുമില്ലായിരുന്നു. എന്നാൽ ഈ കരാറിൻ്റെ ഭാഗമായി അമേരിക്ക കൂടി ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥ ഈ ലെബനനിലെയും ഹൂത്തികളുടെയും വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായൊരു സംഗതിയാണ്. മൂന്നാമത്തൊരു കാര്യം, ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് ഹൂത്തികളെയും ഈ കരാർ എത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അനിഹിലേറ്റബിൾ ഗ്രൂപ്പ് അഥവാ ഇല്ലാതാക്കേണ്ട, ഉന്മൂലനം ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് എന്ന സംഗതിയിൽ നിന്നും ഒരു ടേബിൾ ഡിസ്കഷനിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഹൂത്തികൾക്ക് ഈ കരാർ ഒരവസരം നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നാലാമതായിട്ടുള്ളൊരു കാര്യം, ഇതിനൊരു വലിയ ഓപ്പറേഷണൽ ഫിയർ ഉണ്ട്. അതായത് ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി എന്തെങ്കിലും കാരണത്താൽ വെറുതെ കടന്നാക്രമണം നടത്തുകയും വെറുതെ കയറി അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിലൊരു ബാധ്യത ഉണ്ടാവുകയും ആ ബാധ്യത ഇറാൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ ഫിക്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നടപടി ലെബനനെ സംബന്ധിച്ചിടത്തോളവും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഡ്വാൻറ്റേജിയസ് ആണ്. ചുരുക്കത്തിൽ ഒരുപാട് യുദ്ധമുഖത്ത് ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയില്ലെങ്കിലും ഇറാൻ്റെ ഈ പ്രതിരോധവും ചെറുത്തുനിൽപ്പും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സിയായ ഹൂത്തികളെയും ലെബനനെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലേക്കാണ് ഇതുണ്ടാകുന്നത് എന്നാണ് ഇതിലെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് വിശകലനം ചെയ്യുന്ന ഇൻ്റർനാഷണൽ മീഡിയ ജേർണലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്.